സൈലം ലേണിംഗ് അനിറ്റ മിസ് ആണ്. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം ഇതാ ഇങ്ങ് ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തവണ അറിയാം നമുക്ക് 2 തവണയായിട്ടാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ദിവസം എക്സാം സ്റ്റാർട്ട് ചെയ്യും. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് അല്ലാത്ത അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള LP സ്കൂളുകാർക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കണം. അത് നമ്മുടെ ഇത്തവണത്തെ 3ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 7th ചാപ്റ്റർ ആയിട്ടുള്ള നാം ജീവിക്കുന്ന ലോകം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനുമായിട്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇതാ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഗോളം അല്ലെങ്കിൽ എന്താണ് സ്പിയർ എന്നാണ്. ശരിക്കും എന്താണ് ഈ ഗോളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് സ്പിയർ എന്ന് പറയുന്നത്? ഉരുണ്ട ഷേപ്പുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഗോളം എന്ന് വിളിക്കുന്നത്. ഉരുണ്ട ആകൃതിയിലുള്ള ആൾക്കാരെ. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാനായിട്ട് സാധിക്കും. എന്തായിരുന്നു? നമ്മുടെ ഗ്ലോബ്. ഈ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് നമ്മൾ ഗ്ലോബ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ നിറം എന്ന് പറയുന്നത് ഏതായിരിക്കും? ബ്ലൂ അല്ലെങ്കിൽ നീലയായിരിക്കും. പക്ഷെ അതുകൂടാതെ അങ്ങിങ്ങായിട്ട് മറ്റു പല നിറങ്ങളിലായിട്ടും നിങ്ങൾക്ക് ഗ്ലോബിലെ ഓരോ പ്രദേശങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഏറ്റവും കൂടുതലുള്ള നിറം അതായത് ബ്ലൂ കളർ എന്ന് പറയുന്നത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ പല നിറങ്ങളായിട്ട് കരഭാഗമുണ്ട്. ഈ കരഭാഗത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല നിറങ്ങളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ബ്ലൂ കളർ എന്ന് പറയുന്നത് സീ ആണ്. അതുപോലെ തന്നെ ലാൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ കരയിനേക്കാളും എത്രയോ ഇരട്ടിയാണ് എന്തുള്ളത്? നമ്മുടെ കടലുള്ളത്. ഇനി നമുക്കറിയേണ്ട കേസ് നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? ആകാശമുണ്ട്. പകൽ സമയത്ത് കാണുന്ന ആകാശവും രാത്രി സമയത്ത് കാണുന്ന ആകാശവും ഒരുപോലെയാണോ? അല്ല, രണ്ടും രണ്ടാണ്. പകൽ സമയത്ത് സൂര്യനുണ്ട്, രാത്രി സമയത്ത് സൂര്യനില്ല. അതേസമയം മൂണിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പകൽ സമയത്ത് സൺലൈറ്റ് കാരണം നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ രാത്രിയിൽ നമുക്ക് മൂണുള്ളത് കൊണ്ട് മൂൺ ലൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ മൂണിൽ നിന്ന് വരുന്ന ലൈറ്റ് അല്ല നിലാവ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സൂര്യപ്രകാശം നമ്മുടെ മൂണിൻ്റെ സർഫസിൽ വന്ന് പതിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് അത് പ്രതിപതിച്ച് വരുന്നതാണ് നമ്മൾ നിലാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു എൻവലപ്പ്, ഒരാവരണമാണ് ആകാശം എന്ന് പറയുന്നത്. നമുക്ക് തലയ്ക്ക് മുകളിൽ നോക്കിയാൽ ആകാശം കാണാൻ പറ്റും. വശങ്ങളിലേക്കും സൈഡിലോട്ടും പിന്നിലോട്ടും മുന്നിലോട്ടും നോക്കട്ടെ. ആകാശത്തിൻ്റെ മുകളിലോട്ട് നിങ്ങൾ തല മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് മുന്നിലോട്ടും പിന്നിലോട്ടും എങ്ങോട്ടേക്ക് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ആകാശം കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് സൂര്യനെ പറ്റിയാണ്. ഈ സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു നക്ഷത്രമാണ്. അതായത് സ്വയം പ്രകാശം നൽകുന്ന, സ്വയം ചൂട് നൽകുന്ന ഒരു നക്ഷത്രമാണ് നമ്മുടെ സ്വന്തം സൂര്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം സൂര്യനാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗോളത്തെ നമ്മൾ ചെറുതായിട്ട് കാണുന്നത്? കാരണം ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ് നമ്മുടെ സൂര്യനുള്ളത്. അപ്പോൾ ദൂരം കൂടുന്നതിനനുസരിച്ച് നമുക്കത് അതിൻ്റെ സൈസ് ഇങ്ങനെ ചെറുതായി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചെറുതായിട്ട് തോന്നുന്നത് എന്നൊരു പോയിന്റ് മക്കൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പകൽ സമയത്ത് മറ്റ് നക്ഷത്രങ്ങളെ കാണാത്തത്? കാരണം പകൽ സമയത്ത് ഓൾറെഡി നമ്മുടെ സൂര്യപ്രകാശം ഉണ്ടല്ലോ. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റു നക്ഷത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നമുക്ക് പകൽ സമയത്ത് ആരെ കാണാൻ പറ്റാത്തത്? നക്ഷത്രങ്ങളെ കാണാനായിട്ട് സാധിക്കാത്തത്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ നിലാവെന്ന് പറയുന്നത് സൂര്യപ്രകാശം നമ്മുടെ മൂണിൽ വന്ന് പതിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നതാണ് എന്നൊരു പോയിന്റാണ് ഇവിടെ മക്കൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഈ ഗ്ലോബ് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇന്ത്യ എവിടെ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ആ ഇന്ത്യയുടെ ഭൂപടം നമുക്കറിയാലോ. എന്താണ് ശരിക്കും ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത്? ഇന്ത്യയുടെ അതിർത്തി രേഖ ഒരു കടലാസിലോട്ട് നമ്മൾ മാറ്റി വരച്ചാൽ അവിടെ കിട്ടുന്ന ആ ഒരു രൂപമാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഭൂപടങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കണം. അവിടെ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ ദേശീയ പതാക എന്ന് പറയുന്നത്. ദേശീയ പതാകയുടെ നിറങ്ങൾ ഏതൊക്കെയാണ്? അത് ആരാണ് ഡിസൈൻ ചെയ്തത്? 3 നിറമാണ് ദേശീയ പതാകയ്ക്കുള്ളത്. മുകളിൽ എന്താണ്? കുങ്കുമത്തിൻ്റെ നിറം, അതല്ലെങ്കിൽ സഫ്രോൺ. നടുക്ക് എന്താണ്? വൈറ്റ് കളറാണ്. ഏറ്റവും താഴെ എന്താണ്? ഗ്രീൻ കളറാണ്. ഇനി അത് ഡിസൈൻ ചെയ്തത് ആരാണ്? പിങ്കളി വെങ്കയ്യയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. ദേശീയ പുഷ്പം എന്താണ്? ദേശീയ പക്ഷി, ദേശീയ മൃഗം, ദേശീയ വൃക്ഷം, ദേശീയ ചിഹ്നം, ഇതൊക്കെ ഏതാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യനെ പറ്റി നോക്കിയാൽ നമുക്കറിയാം 28 സംസ്ഥാന
സംസ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജമ്മു കാശ്മീരിന് സ്റ്റേറ്റിൻ്റെ ആ ഒരു പദവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യത്തിൽ നോട്ട് ചെയ്യാം. ഇനി ഇതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ കേസ് നമ്മൾ പറയുവാണെങ്കിൽ കേരളത്തിൽ നമുക്ക് കേരളത്തിൻ്റെ ആ ഒരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ 3 ഡിഫറെൻറ്റ് കളർ കാണാനായിട്ട് പറ്റും. ഇവിടെ ഏറ്റവും നല്ല കടും പച്ച നിറത്തിൽ കാണുന്നതാണ് മലനാട് അല്ലെങ്കിൽ ഹൈ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അതേപോലെ നമ്മുടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു യെല്ലോ പോർഷൻ എന്ന് പറയുന്നതാണ് തീരപ്രദേശം അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. ഇവർക്കിടയിലുള്ള പ്രദേശമാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇടനാട് അല്ലെങ്കിൽ മിഡ് ലാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടം തന്നിട്ട് അതിലെവിടെയാണ് ഹൈ റേഞ്ച്, എവിടെയാണ് കോസ്റ്റൽ ഏരിയ, എവിടെയാണ് മിഡ് ലാൻഡ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾ പഠിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ ഭൂപടം അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപടമൊക്കെ നോക്കിയിട്ട് കടൽ തീരമുള്ളത് ഏതാണ്, കടൽ തീരമില്ലാത്തതും അയൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്തതുമായിട്ടുള്ള ജില്ലകൾ ഏതാണ് എന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളൊരു 1 ഷോർട്ട് റിവിഷൻ ആണ് നടത്തിയത്. ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.